ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് മലബാർ സഫാരിയുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? അധികം ആരും കാണിച്ചു തരാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് മലബാർ സഫാരിയുടെ യാത്ര. യൂട്യൂബർമാരൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഇന്ന്. നമ്മൾ കേരളത്തിലെ ഈ മലബാറിൻ്റെ ചരിത്രങ്ങളുള്ള വീഡിയോസുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്നത്തെ മലബാർ സഫാരിയുടെ യാത്ര. ഏതാണ് ഈ സ്ഥലം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൽ പുരാതനമായ ഉണ്ടായിരുന്ന ഒരു ബുദ്ധമതത്തിൻ്റെ ഗുഹാക്ഷേത്രം കാണാനാണ്. ഈ ബുദ്ധമത ഗുഹാക്ഷേത്രത്തിന് നമ്മളെ കേരള ചരിത്രവുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ഇവിടുത്തെ പ്രദേശവാസിയായ ചന്ദ്രശേഖരൻ സാറ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. പ്രാദേശികമായി ഉള്ള ഒരു അന്വേഷണമാണ് ആദ്യം നമ്മൾ നടത്തിയത്. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ആദ്യം നടത്തിയത്. അത് പ്രാദേശികമായി നമ്മൾ ആ നാട്ടിൽ എന്താണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ് നമ്മളത് അന്വേഷിച്ചത്. പേരെന്തേനും? എൻ്റെ പേര് ചന്ദ്രശേഖരൻ. ഇവിടെ തന്നെ എത്ര വർഷം നിങ്ങൾ ഇവിടെ താമസം? നിങ്ങളുടെ താമസം മുതൽ ഇവിടെ ഉണ്ട്? ഇവിടെ ഞാൻ ഇവിടെ ഒരു 10-15 വർഷം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിനെ അപ്പുറത്തേന്ന് വീട്. ഓക്കെ. ഇതിവിടെ തന്നെ ബുദ്ധാശ്രമത്തിൻ്റെ അന്ന് സ്വാമിമാരുണ്ടായിരുന്നു. ഒരു ബുദ്ധാശ്രമം ഉണ്ടായിരുന്നു. അത് പിന്നെ ആരോ തകർത്തിട്ട് ആ പ്രതിമയൊക്കെ പോയി. പിന്നെ ഇതിന് കൈകാര്യം ചെയ്തിരുന്ന കാട്ടുപറമ്പിൽ നാരായണ അവരുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പറഞ്ഞു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ സർവോദയാശ്രമം എന്നുള്ള ഒരു ഇത് വന്ന് അങ്ങനെ അവർ പൊതു പരിപാടിയൊക്കെ വെച്ച് എന്നാണ് വൃത്തിയാക്കി ഉണ്ടാക്കിയതൊക്കെ. അങ്ങനെ അവരുണ്ടാക്കി. പിന്നെ നമ്മളെ മഹാകവി അക്കിത്തം വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ നടന്ന അന്ന് നമ്മളെ ഏത് വർഷത്തിലാണ് ഇത് നടന്നിട്ട്? അത് നടന്നു. ഇപ്പോൾ ഈ ഇപ്പോൾ കുറച്ച് ആ ഉള്ളൊക്കെ വൃത്തിയാക്കിയതൊക്കെ വന്നപ്പോൾ അതൊരു 10 വർഷമായിട്ടുണ്ടാവും. ആ സമയത്താണ് അവർ വന്ന് ഇവിടെ പരിപാടിയൊക്കെ നടത്തി അതിൻ്റെ ഉള്ളൊക്കെ തേച്ച് കാവ്യൊക്കെ എടുത്ത് അവിടെ ബാത്റൂമൊക്കെ എടുത്ത് അതൊക്കെ ചെയ്ത് ആ ഒരു സമയം. ഇല്ലല്ല, ഇപ്പം അത് കുന്നേക്കാട്ടവരുടെ സ്ഥലമാണ്. പക്ഷേ ഈ ഒരു പ്രൈവറ്റ് സ്ഥലമാണ്. പക്ഷേ ഈ ഒരു 10 സെൻറ്റ് പറയുന്നത് ബുദ്ധാശ്രമത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ആ ഷെഡ് കിണ സ്ഥലം അതാ ഷീറ്റിട്ട് അവിടെ കുറച്ച് സ്ഥലം ആ വ്യക്തിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വേറെ വ്യക്തിക്കും. പക്ഷേ ഈ നടുവിൽ നിൽക്കണ ഒരു 10 സെൻറ്റ് ബുദ്ധാശ്രമത്തിൻ്റെ ആണെന്നാണ് ഇപ്പോഴും പറഞ്ഞു നിൽക്കുന്നത്. കറക്റ്റ് അതും നമുക്ക് അറിയില്ല. പിന്നെ ഇത് പിന്നെ ഇവിടെ ഒരു 5 സെൻറ്റ് 3 സെൻറ്റ് അത്ര ഉണ്ടായപ്പോൾ അതിൽ ഒരു ക്ഷേത്രം എടുത്തു. അതും കുന്നേക്കാട്ടവരല്ല. ഈ സ്ഥലമൊക്കെ കുന്നേക്കാട്ടവർ തരും. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതിൽ വന്നാണ്. അത് ഗവൺമെൻറ് ഒന്നും ഇടപെട്ടില്ല. അതൊക്കെ വ്യക്തികൾ തന്നെ. ഓക്കെ. നിങ്ങളെവിടുന്നാ? ഞാൻ ബാംഗ്ലൂരിൽ. ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ചന്ദ്രശേഖരൻ സാറിൻ്റെ ഒരു പ്രാദേശികമായുള്ള ഒരു വിവരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലബാർ സഫാരി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് താനൂരിലാണ്. താനൂരിൽ പരിയാപുരം എന്നൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇതൊരു കടലോര പ്രദേശമാണ് ഈ പ്രദേശം. ഇവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഇവിടെ ഒരു പഴയ ബുദ്ധമതത്തിൻ്റെ ഒരു ക്ഷേത്രം കാണാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ആ ബുദ്ധമതത്തിൻ്റെ ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആ ക്ഷേത്രം ഒരു ഗുഹൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഗുഹൻ്റെ മുൻവശമൊക്കെ പിൻകാലത്ത് നിർമ്മിക്കപ്പെട്ടില്ല. ഈ ഗുഹൻ്റെ ഒരു സ്വാഭാവിക സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഒരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് ആ ഒരു
പിൻകാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഇത് പഴയകാലത്ത് ബുദ്ധ മതക്കാർ ഭജന ഇരുന്നിരുന്ന പോലെ ഒരു ആരാധിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ആ ഗുഹ. ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അതിവിശാലമായ ഒരു ഗുഹ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിലൊരു വിഗ്രഹം ഉണ്ടായിരുന്നെന്നും അത് പിൻകാലത്ത് അത് നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രദേശവാസികളായ പലരോടും ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ചരിത്ര താളുകളിലൊക്കെ നമ്മൾ ഈ ബുദ്ധമതത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊരു ദൈവ സങ്കല്പത്തിലല്ല അവരുടെ ഒരു ആരാധന രീതിയൊക്കെ. പണ്ട് കാലത്ത് ഈ ഐതിഹ്യങ്ങളിലൊക്കെയുള്ള ഈ ബുദ്ധമത ആചാരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇത് അപൂർവമായാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഇതൊരു ഗുഹാക്ഷേത്രം തന്നെയാണ്. ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റേതായ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതൊരു പിൻകാലത്ത് ഇതിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞുകൊണ്ട് ചരിത്രത്തിൻ്റെ പ്രാധാന്യം ആയതുകൊണ്ട് തന്നെ, ഒരു പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇതിങ്ങനെ 4 ഭാഗത്തേക്കും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഉൾവശം നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു പാറയാണ്. ഇത് തുറന്നുണ്ടാക്കിയതല്ല, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയതാണെന്നാണ് ഇതിൻ്റെ ഒരു ഇത് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ചില ഭാഗങ്ങളൊക്കെ ചെത്തിയതായിട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ, ഈ ഭാഗങ്ങളൊക്കെ എന്തൊക്കെ ആയുധങ്ങൾ വെച്ച് ചെത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ഭാഗങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെയൊക്കെ കണ്ടില്ല, ഇവിടെ ഒന്നും അങ്ങനെ ചെത്തിയതായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ കാലങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്നാണ് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നത്. ചില ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ പിന്നീട് ഇതിൻ്റെ ഒരു നിർമ്മാണ സമയത്ത് ഇതിങ്ങനെ ആക്കിയെടുക്കാനുള്ള ഒരു സമയത്ത് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നത് ഇത് കാണുമ്പോൾ. അല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ഭജന ഇരുന്ന് നാമങ്ങൾ ജപിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളും ഒക്കെ ഇരുന്ന് ആക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഒരു മുറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സാധനങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് പോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, അത്രയും പഴക്കം. ഇത് മഴക്കാലത്ത് ഞാൻ കുറേ മുമ്പ് ഇതൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം ഇറങ്ങി വന്ന് ഇവിടെ ഉള്ളിലൊക്കെ നിലത്തൊക്കെ നിറയെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇതൊരു മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇതൊരു വേറൊരു രസമുള്ള കാഴ്ച തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഡ്രൈ ആയാണ് കിടക്കുന്നത്. പാറൻ്റെ ഉള്ളിൽ കൂടെ മേലിൽ നിന്നുള്ള ഒരു വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് ഇങ്ങനെ ഉള്ളൊരു സീനാണ് ഞാൻ വേറൊരാളെ വീഡിയോയിൽ കണ്ടത്. ഏതായാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല ഭംഗിയുള്ള സ്ഥലം. ചുറ്റുവട്ടത്തൊക്കെ വീടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വലിയ പാറയാണ്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഇത് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇത്രയും വലിയൊരു പാറയാണ്. ആ പാറൻ്റെ അടിയിലാണിത് രൂപപ്പെട്ടിട്ടുള്ളത്. ബാക്ക് ഭാഗം അതേപോലെ തന്നെ അതിൽ വെച്ചൊരു ക്ഷേത്ര രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിൻകാലത്ത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമാണ്. ഇതൊരു ഏതായാലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. ഇത് മൊത്തത്തിലിങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുകയാണ് ഈ ഗുഹ. ആ ഭാഗത്തേക്കൊക്കെ അതുണ്ട് സംഭവം. പക്ഷേ ഇതൊരു റൂം പോലെ പിൻകാലത്ത് ആക്കി മാറ്റിയതാണ്.
ഏതായാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇത്തരം രസകരമായ കാഴ്ചകളാണ് നമ്മൾ മലബാർ സഫാരി എന്ന യൂട്യൂബ് ചാനലിൽ വരുന്നത്. ഇത്തരം രസമായ കാഴ്ചകളും കാണാൻ എല്ലാവരും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇത്തരം രസകരമായതും കൗതുകമുണർത്തുന്നതുമായ കാഴ്ചകളാണ് കൂടുതലായി നമ്മൾ ചരിത്ര പ്രാധാന്യമുള്ള വീഡിയോസുകളൊക്കെയാണ് നമ്മളിതിൽ കൂടുതലായിട്ടും വരിക. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ലൈക്ക് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ബുദ്ധമതത്തെക്കുറിച്ച് ചരിത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ ബുദ്ധമതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ കേരളത്തിൽ എത്തിയതായി കരുതപ്പെടുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ തന്നെ ബുദ്ധ സന്യാസികൾ കേരളത്തിൽ എത്തിയതായി ഈ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് പുരാതന കാലത്ത് കേരളത്തിൽ ബുദ്ധമതം ചരിത്രപരമായി ശക്തമായ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അത് പിന്നീട് ഏതാണ്ട് അപ്രത്യക്ഷമായെങ്കിലും അതിൻ്റെ ഒരു സാംസ്കാരിക സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ബുദ്ധമതക്കാർ നമ്മൾ കേരളത്തിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഈ നരബലി പോലുള്ള ആചാരങ്ങൾക്കെതിരെ അത് ശക്തമായി തന്നെ അവർ അതിനെതിരെ ഒരു നിലപാടെടുത്ത ഒരു മതമായിരുന്നു ഈ ബുദ്ധമതക്കാർ. ഈ ബുദ്ധമതക്കാർ കേരളത്തിൽ വന്നതിന് ശേഷം ശാസ്ത്രീയപരമായ കൃഷി, അതേപോലെ തന്നെ ആയുർവേദം, അതേപോലെ വിദ്യാഭ്യാസം എന്നിവയ്ക്കൊക്കെ ഒരു തുടക്കമിട്ടിരുന്നു അവർ ഈ നമ്മളെ കേരളത്തിൽ വന്നതിന് ശേഷം. ഈ നമ്മുടെ ഈ ഓണം പോലുള്ള ആചാരങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രധാനമായ ഒരു സ്വാധീനമുണ്ട്. ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ ഒരു 12-ാം നൂറ്റാണ്ട് വരെ ഈ കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു വളർച്ച ഉണ്ടായി. അക്കാലത്ത് നിരവധി പ്രഗത്ഭരായ ബുദ്ധമത പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ ബുദ്ധമതത്തിൻ്റെ ഒരു സ്വാധീനം നോക്കുകയാണെങ്കിൽ സാമൂഹിക പരിഷ്കരണം, നരബലി, ജന്തുബലി തുടങ്ങിയ പ്രാകൃത ആചാരങ്ങൾക്കെതിരെ ബുദ്ധ സന്യാസിമാർ നടത്തിയ ധാർമ്മിക പോരാട്ടം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലും ചികിത്സാ രംഗത്തൊക്കെ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പഴയകാലത്തെ ഈ പള്ളിക്കൂടങ്ങൾ, അതായത് നമ്മളെ സ്കൂള്, അതുപോലുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ഈ ചികിത്സാ കേന്ദ്രങ്ങൾ, അങ്ങനെയൊക്കെ ഇവിടെ നമ്മളെ കേരളത്തിൽ തുടങ്ങി വെച്ചിരുന്നു. അവർ നമ്മൾ ഈ കേരളത്തിൽ അതേപോലെ തന്നെ വിദ്യാലയങ്ങളും ഈ മറ്റേ ചികിത്സാലയങ്ങളൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കേരളത്തിൽ നിലനിന്ന് പോന്നിരുന്ന ഒരു ദുരാചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മന്ത്രവാദം പോലുള്ള ഈ ദുരാചാരങ്ങൾ, അതിനൊക്കെ ഒരു നമ്മളെ കേരളത്തിൽ ഒരു സാമൂഹ്യ തലത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയ എന്നുള്ളതാണ് നമ്മൾ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അത്തരം ആചാരങ്ങളൊക്കെ ഇന്നും കേരളത്തിലും നമ്മളെ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യം തന്നെയാണ്. എങ്കിലും ഇവരുടെ ഒരു സാന്നിധ്യം അന്നത്തെ കാലത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചരിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഈ ബുദ്ധമതക്കാർ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയ ഈ സാംസ്കാരിക ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ ഒരു വലുത് തന്നെയാണ്. ഈ ഓണത്തിൻ്റെ ഒക്കെ ആ ഒരു തുടക്കം ഉണ്ടല്ലോ, ഈ ഓണം എന്നുള്ള ഈ ആചാരത്തിൻ്റെ ഈ ഒരു തുടക്ക കാലഘട്ടത്തിലും അതേപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലെ ഈ പല ആചാരങ്ങളിലും ബുദ്ധമതത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക ഈ ഘടനയെ തന്നെ മാറ്റിമറിച്ചു എന്നാണ് നമുക്ക് ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ശാസ്ത്രീയ മുന്നേറ്റങ്ങളൊക്കെ അവരുടെ ഒരു പങ്ക് വലിയ തോതിൽ തന്നെ നമുക്ക് ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയും. ശാസ്ത്രീയ കൃഷി രീതികളും ഈ ആയുർവേദ ചികിത്സകളും ഒക്കെ കേരളത്തിന് പരിചയപ്പെടുത്തിയത് ഈ ബുദ്ധമതക്കാരാണെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. കൂടാതെ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്ന ഈ കലപ്പുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമുക്ക് പരിചയപ്പെടുത്തിയൊക്കെ ഈ ബുദ്ധമതക്കാരാണ് എന്നാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുക. ഇതിനൊക്കെ ചരിത്രപരമായ തെളിവുകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ ഈ പ്രാചീന ടിബറ്റൻ, ചൈനീസ്, ജാപ്പനീസ് പണ്ഡിതന്മാരുടെ രേഖകളിലൊക്കെ കേരളത്തിലെ ഈ ബുദ്ധമതത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ശക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും.
BC 6-ാം നൂറ്റാണ്ടിലെ അശോകൻ്റെ കാലഘട്ടം മുതൽ തന്നെ ബുദ്ധ സന്യാസിമാർ കേരളത്തിൽ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സംഘകാല കൃതികളിലൊക്കെ ഈ ഒരു ബുദ്ധമതത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇന്ന് കേരളത്തിൽ ഈ ബുദ്ധമതം ഏതാണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചരിത്രമായ സംഭാവനകൾ വളരെ വലുതാണ്. ഇത്രയ്ക്കും ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ ഒരു നിർമ്മിതി ഇത് സർക്കാർ ഏറ്റെടുത്ത് ഒരു സംരക്ഷിച്ചു പോരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സർക്കാർ തലത്തിൽ നിന്ന് ഇതിനൊരു ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇപ്പോൾ നിലവിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടി ആണെന്നാണ് പ്രാദേശികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം ഇപ്പോഴും ബുദ്ധമതത്തിൻ്റെ ആ ഒരു ഭാഗത്ത് അവരുടെ ഒരു ഭാഗമായാണ് എന്നാണ് ഉള്ള ഒരു അഭിപ്രായങ്ങളും പ്രാദേശികമായി അവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മളെ ബുദ്ധമതത്തിൻ്റെ ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. പുതിയ ഒരു വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. You are watching Malabar Safari.